ഇന്നത്തെ അന്തർദേശീയ വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് നമ്മുടെ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ സംബന്ധിച്ചുള്ള വിവരമാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ അദ്ദേഹത്തിന് ഐഡൻറ്റിഫൈ ചെയ്തുവെന്നും അത് ഗ്ലീസൺ സ്കോർ 9 അഥവാ അതിൻ്റെ ഒരു ഗ്രേഡ് 5 എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ക്യാൻസറസ് ഡിസീസാണ് അദ്ദേഹത്തിന് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നതെന്നും പ്രോസ്റ്റേറ്റിൽ നിന്ന് അത് അസ്ഥിയിലേക്കും മറ്റ് പല ഭാഗങ്ങളിലേക്കും വേഗത്തിൽ പടരുന്നുണ്ട് എന്നുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇറക്കിയ കുറിപ്പിൽ കാണുന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പ് പ്രോസ്റ്റേറ്റിലൊരു നൊഡ്യൂളുണ്ട് എന്ന് പറഞ്ഞ് ഒരു വാർത്ത വന്നിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ അത് നോർമലാണെന്നും റിസ്ക്ലെസ് ആണെന്നും ഒക്കെയാണ് അന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് കുറച്ചുകൂടി ഗൗരവമുള്ളതും മാരകമാം വിധം പടരുന്നതുമാണ് എന്നാണ് വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ട്രംപിന് തൊട്ടു മുമ്പുള്ള പ്രസിഡൻ്റാണ് ജോ ബൈഡൻ. 2008 മുതൽ 2016 വരെ അദ്ദേഹം ബറാക്ക് ഒബാമയുടെ വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചിരുന്നു. 30 വർഷം അദ്ദേഹം സെനറ്ററായിരുന്നു. പിന്നീടാണ് അമേരിക്കൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തതും. ട്രംപിൻ്റെ രണ്ടാം ഊഴത്തിൽ അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത് എന്നൊക്കെയുള്ളൊരു പ്രതീതി ഉണ്ടായെങ്കിലും പ്രായാധിക്യവും ഓർമ്മയുടെ പ്രശ്നങ്ങളുമൊക്കെ അദ്ദേഹത്തിനുള്ളതിനാൽ ഏറ്റവും ഒടുവിൽ നാടകീയമായി അദ്ദേഹം പിന്മാറുകയും കമലാ ഹാരിസ് മത്സരിക്കുകയും ഒക്കെ ചെയ്തു. ഈ അമേരിക്കയിലെയൊക്കെ ഒരു രീതി എന്ന് പറയുന്നത് ഈ പറയുന്ന അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ കൂട്ട് പിന്നീട് ആരും അറിയണ്ട എന്നുള്ളതല്ല. അവരതിൻ്റെ വിവരങ്ങളൊക്കെയും ആ രാജ്യത്തോട് പറയാറുണ്ട്. കാരണം അത് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ആയിട്ടാണ് അവിടെ പരിഗണിക്കപ്പെടുന്നത്. ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു അമേരിക്കയിലെ, പ്രത്യേകിച്ച് അത് കൂടുതൽ കാണുന്നത് ആഫ്രിക്കൻ സബ് സഹാറൻ ആ റീജിയണിലുള്ള പുരുഷന്മാർക്കാണെന്നാണ് പറയപ്പെടുന്നത്. ഈ പറയുന്നത് പോലെ ഒരു 100 പുരുഷന്മാരെ എടുത്താൽ ഒരു 8 പേർക്കെങ്കിലും ഇതുപോലെയുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ അത്തരമുള്ള ഇൻഫെക്ഷൻസ് പലപ്പോഴും കണ്ടുവരാറുണ്ടെന്നും അതിൽ തന്നെ ഏറ്റവും മാരകമായ ഒരു ക്യാൻസറസ് ആണ് ഈ ജോ ബൈഡന് വന്നിട്ടുള്ളത് എന്നുമാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. പലപ്പോഴും ഇത് ട്രീറ്റ് ചെയ്യാൻ ഏർലി സ്റ്റേജിലൊക്കെ കണ്ടാൽ ട്രീറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഇതിലാകെയുള്ള ഒരു പ്രതീക്ഷയുടെ സാധ്യത ജോ ബൈഡന് പറയുന്നത് ഇതൊരു ഹോർമോണൽ മാനേജ്മെൻറ്റിലൂടെ കുറച്ച് പ്രൊലോങ് ചെയ്യാം എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സാധ്യത എവിടെയോ കൽപ്പിക്കുന്നതൊഴിച്ചാൽ ബാക്കി മുഴുവനും വളരെ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് എന്നാണ് ഈ പറയുന്ന സംഗതിയിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ ബറാക്ക് ഒബാമ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഈ രോഗവ്യവസ്ഥയെക്കുറിച്ച് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അത് താങ്ങാൻ കഴിയട്ടെ എന്നും അല്ലെങ്കിൽ അത് നേരിടാൻ കഴിയട്ടെ എന്നും പിന്നെ ഇങ്ങനെ ഹോർമോൺ മാനേജ്മെൻ്റ് ആയതുകൊണ്ട് അത്തരമൊരു സാധ്യത വിജയകരമാകട്ടെ എന്നുമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ജോ ബൈഡന് ഇങ്ങനെയൊരു ക്യാൻസറസ് ബാധ സ്ഥിരീകരിച്ചു എന്നുള്ളത് സ്വാഭാവികമായ അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അത് ലോകമാധ്യമങ്ങളിലൊക്കെയും വലിയ വാർത്തയായി നിറഞ്ഞു നിൽപ്പുണ്ട്.